കൃപേഷിൻ്റെ അമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. ഏറെ കാത്തിരുന്നൊരു വിധി വരാൻ പോവാണ്. നല്ല വിധിയായിരിക്കും, നല്ല വിധി വരട്ടെ തന്നെ പ്രാർത്ഥിക്കുന്നു. കുട്ടിക്ക് സത്യക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ശിക്ഷ നൽകണം തന്നെയാണോ കുടുംബത്തിന്? ശിക്ഷ നൽകണം തന്നെ പ്രാർത്ഥന, അതേ പ്രാർത്ഥിക്കുന്നു. കോടതി അത് അങ്ങനെ സംഭവിക്കും, അതിന് വേണ്ടിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. രതീഷ് സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. കാരണം കൃപേഷിൻ്റെ അമ്മയുടെയൊക്കെ തൊണ്ടയിടുകയാണ്. കാരണം കേവലം ഒരു 19 വയസ്സുകാരനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാവുന്നത്. ചെറുപ്പകാലത്ത് പഠനം കഴിഞ്ഞ് നാട്ടിൽ സജീവമാവുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ കൃപേഷിൻ്റെ ഈ ഒരു വിയോഗമുണ്ടാവുന്നത്. കൃപേഷും ശരത്ലാലും നാടിനേറെ പ്രിയപ്പെട്ട യുവാക്കളാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ നാടിന് വലിയ ഒരു വേദന ഉണ്ടാവുന്നു. ആ സമയത്തുണ്ടാവുന്ന വിവാഹവേദികളിലും അതുപോലെ തന്നെ കല്യോട്ടെ കളിയാട്ട വേദിയിലേക്ക് തന്നെ സജീവമായി ഉണ്ടായിരുന്ന 2 ചെറുപ്പക്കാർക്കാണ് ഇത്തരത്തിൽ വലിയ ഒരു നഷ്ടമുണ്ടാകുന്നത്. ഈ നാടിൻ്റെ നഷ്ടമെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. കാരണം ഇവിടെ ഈ ഒരു മേഖല എന്ന് പറയുന്നത്, കല്യോട്ട് മേഖല എന്ന് പറയുന്നത് ഈ ഒരു മേഖല കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്. ചുറ്റുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ CPM ശക്തി കേന്ദ്രങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു ഘടനയുള്ള ഒരു സ്ഥലത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട യുവാക്കളും ഒരുപോലെ നിന്നിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സുഹൃത്തുക്കളായി തോളിൽ കൈയിട്ട് നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കൊലപാതകത്തോടു കൂടി അത് വലിയ തോതിൽ തന്നെ അത് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ നാടിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ ഘടന പോലും മാറിയെന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുണ്ടായ മാറ്റങ്ങൾ പോലും ഉണ്ടായി. നിരവധിയായ തരത്തിൽ കടകൾ തകർക്കപ്പെടുന്നു, വീടുകൾ തകർക്കപ്പെടുന്നു, വാഹനങ്ങൾ അഗ്നിക്കിരയാക്കപ്പെടുന്നു. അത്തരത്തിലുണ്ടായിരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് അത് ഒരു നാടിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്താൻ ഏറെ പാടുപെടുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ 10ഓളം പ്രതികളെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെയാണെങ്കിലും ഒരുപക്ഷെ ഒരു പ്രകടനത്തിനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വിധി പ്രഖ്യാപിച്ചതിന് ശേഷം. എന്നാൽ സർവകക്ഷി യോഗത്തിന് ശേഷം അത്തരത്തിലുള്ള പ്രകടനങ്ങളൊന്നും തന്നെ വേണ്ടതില്ല എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഇനി പോലീസാണെങ്കിലും അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്കോ മറ്റ് കാര്യങ്ങൾക്കൊന്നും തന്നെ അനുമതി നൽകിയിട്ടില്ല. ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രകടനമോ മറ്റു പരിപാടികളോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ചെറിയ തോതിലെങ്കിലും പ്രകോപനം ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി എന്തായാലും വരുന്ന നിമിഷങ്ങൾ ഏറെ നിർണായകമാണ്. കാരണം 6 വർഷത്തെ നിയമ പോരാട്ടത്തിന് ഒടുവിൽ പരിസമാപ്തിയാവുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഈ കണ്ണീരിന് ഒടുവിൽ ബലം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.